ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. തംബ്ലൈൻ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പുളിശ്ശേരിയാണ്. അപ്പോൾ പുളിശ്ശേരിക്ക് ആദ്യം വേണ്ടതായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്താണ്? നമ്മുടെ തൈര് തന്നെ. അപ്പോൾ നല്ല കട്ട തൈരാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം പുളിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കാമെന്ന് വെച്ചു. കട്ടയാണല്ലോ. അപ്പം കട്ട തൈര് മിക്സിക്കകത്തിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജാറിനകത്തോട്ട് തൈര് ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് ആ കുപ്പിക്കകത്തേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ആ കുപ്പിയും കൂടെ കുലുക്കി കഴുകി ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കണം കേട്ടോ. വെള്ളം അധികമായിട്ടല്ല, അത് തന്നെ ആ ഒരു അളവിന് തന്നെ എടുത്തിട്ട് അതാണ് കലക്കി ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. ഇത് നമുക്ക് ഒരു ട്രിപ്പൊന്ന് കറക്കി എടുത്താൽ മതിയാവും. അധികം കറക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പം ഞാനിതൊന്ന് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മിക്സിക്കകത്തിട്ട് നേരത്തെ പറഞ്ഞാൽ ഒരു കറക്ക് കറക്കി അതടിച്ചു. അതിനുശേഷം ഞാനൊരു അലൂമിനിയത്തിൻ്റെ ചീനിച്ചട്ടിക്കകത്താണ് മോര് വെക്കുന്നത്. അലൂമിനിയത്തിൽ വെക്കണമെന്ന് പ്രിഫറൻസ് ഇല്ല. അലൂമിനിയത്തിൽ വെക്കുന്നത് അത്ര നല്ലതുമല്ല. ഞാനിത് വെച്ചതിന് ശേഷം സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റും കേട്ടോ. അപ്പോൾ ചീനിച്ചട്ടി ചൂടായി കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ എണ്ണ ഒഴിച്ചു, കടുകിട്ടു. ഈ കൂട്ടത്തിൽ വറ്റൽമുളക് ഇടാം. വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാനതിട്ടില്ല. പകരമല്ല, നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതേപോലെ തന്നെ കൊച്ചുള്ളി അരിഞ്ഞതും പിന്നീട് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ കുറച്ച് ഉലുവയും കൂടി ഇടുന്നുണ്ട് കേട്ടോ, ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇത്രയും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേനാണ് നമ്മൾ പൊടി ഐറ്റംസ് തട്ടുന്നതിലത്തേക്ക്. അപ്പോൾ നല്ല രീതിയിൽ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയുടെയൊക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരുന്ന രീതിയിൽ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേന് ആദ്യമായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇടുന്നു. കൂടാതെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. മുളക് പൊടി ഈ പറഞ്ഞ പോലെ തന്നെ പാകത്തിനുള്ളതാണ് ഇടുന്നത്. ഇപ്പോൾ ഓരോരുത്തരുടെ വീട്ടിൽ എരിവിൻ്റെയും കളറ് വേണ്ടത് ഒക്കെ പല രീതിയിലുള്ള, ഇപ്പോൾ പിരിയമുളക് പൊടി ആയിരിക്കും, ഇതിൽ കാശ്മീരി മുളക് പൊടി ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, പാകത്തിനുള്ളതിടുക. അതിനുശേഷം അതിനൊരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി ആ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന മിക്സിയുടെ ജാറിനകത്ത് അടിച്ചു വെച്ചിരിക്കുന്ന മോര് ഇതിനകത്തേക്ക് ഒഴിക്കുന്നു. മോര് ഇതിനകത്തേക്ക് ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ ആവശ്യത്തിന് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ, അധികം തിളപ്പിക്കാനൊന്നും നിൽക്കേണ്ട, ഒന്ന് ചൂടാക്കി എടുത്തു കഴിയുമ്പോഴത്തേന് നമ്മുടെ മോര് തയ്യാറാവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പുളിശ്ശേരി. മോരല്ല, പുളിശ്ശേരിയുടെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ അലുമിനിയത്തിലാണ് വെക്കുന്നതെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ വെക്കാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.